കോഴിക്കോട് പന്തിരാങ്കാവിന് സമീപം ക്ഷേത്രത്തിൽ മോഷണം നടന്നു. കൊടൽ നടക്കാവ് ചിറക്കൽ ഗുരുദേവൻ ഭഗവതി കാവിലാണ് മോഷണം നടന്നത്. വിഗ്രഹത്തിൽ ചാർത്തുന്ന 6 പവനോളം വരുന്ന സ്വർണ്ണാഭരണങ്ങളും ഭണ്ഡാരത്തിൽ ഉണ്ടായിരുന്ന പണവുമാണ് മോഷണം പോയത്. രാവിലെ കാവിന്റെ കാരണവർ വിളക്ക് വെക്കാൻ എത്തിയപ്പോഴാണ് മോഷണം നടന്ന വിവരം അറിയുന്നത്. ഓഫീസ് മുറിയുടെ വാതിലിന്റെ പൂട്ട് തകർത്താണ് മോഷ്ടാവ് അകത്തു കടന്നത്. ഓഫീസ് മുറിക്കകത്തെ അൾമറയുടെ പൂട്ടും തകർത്തിട്ടുണ്ട്. ഇതിലായിരുന്നു സ്വർണ്ണാഭരണം സൂക്ഷിച്ചത്. കൂടാതെ ഓഫീസ് മുറിക്കകത്തുണ്ടായിരുന്ന മരത്തിന്റെ ഭണ്ഡാരവും പൊളിച്ചിട്ടുണ്ട്. ഉത്സവം കഴിഞ്ഞ സമയമായതിനാൽ ഭണ്ഡാരത്തിൽ ഉണ്ടായിരുന്ന പണത്തിന്റെ കണക്ക് തിട്ടപ്പെടുത്തിയിരുന്നില്ല. രാവിലെ നിത്യം നന്ന രാവിലെ വെളുക്കത്തിക്കലുണ്ട്. വെളുക്കത്തിക്കാൻ ആൾ വന്ന സമയത്താണ് ഇത് പൊളിഞ്ഞു കിടക്കുന്നത് കണ്ടത്. ആ സമയത്ത് നോക്കുന്ന സമയത്താണ് ഇത് കള്ളം കടന്നതാണെന്ന് മനസ്സിലായത്. ഇരുമ്പിന്റെ വാതിലാണ്, അതാണ് പൊളിച്ചത്. 6 പവനോളം സ്വർണം പോയിട്ടുണ്ട്. ഉത്സവം കഴിഞ്ഞ് സർപ്പബലി കഴിഞ്ഞ് ആ സമയത്ത് ഭണ്ണാരത്തിൽ കുറേ പൈസ ഉണ്ട്. അത് എത്ര സംഖ്യ ഉണ്ടെന്ന് ഞങ്ങൾക്ക് അറിയില്ല, എണ്ണിട്ടുമില്ല, ഒക്കെ പോയിട്ടുണ്ട്. ഈ ഭണ്ണാരത്തിൽ എന്താണ് സാധനം, സ്വർണ്ണങ്ങളോ എന്താ സാധനം ഉണ്ടെന്ന് അതും അറിയില്ല, അതും പോയിട്ടുണ്ട്, ഒക്കെ പോയിട്ടുണ്ട്. മോഷണം നടന്നതിനെ തുടർന്ന് കാവിന്റെ ഭാരവാഹികൾ പന്തിരങ്കാവ് പോലീസിൽ പരാതി നൽകി. പോലീസും വിരലടയാള വിദഗ്ധരും ഡോഗ് സ്ക്വാഡും പരിശോധന നടത്തി അന്വേഷണം ആരംഭിച്ചു. കോഴിക്കോട്ടെ വാർത്തകൾക്കായി കാലിക്കറ്റ് ന്യൂസ് ചാനൽ ഉടൻ സബ്സ്ക്രൈബ് ചെയ്യൂ. Subscribe to our channel to stay updated on new videos.